എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്പോട്ട് അലോട്ട്മെൻറ്റിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളും ഇതുവരെ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ അതത് സ്ഥാപനങ്ങളിൽ വെച്ച് നടത്തുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. സ്പോട്ട് അഡ്മിഷന് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പ്രതിപാദിച്ചിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരം ആ ഒരു സമയം അനുസരിച്ച് വിദ്യാർത്ഥികൾ അതത് സ്ഥാപനങ്ങളിൽ ഹാജരാവണം. സ്പോട്ട് അഡ്മിഷനിൽ അപേക്ഷന് ഏത് സ്ഥാപനത്തിലെയും ഏത് ബ്രാഞ്ചിലേക്കും പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാം. അതുപോലെ ഒഴിവുകൾ നികത്തുന്നതിനായി നിലവിലെ റാങ്ക് ലിസ്റ്റിലെ അപേക്ഷയുടെ അഭാവത്തിൽ നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും ഈ ഒരു സമയത്ത് അതായത് ഈ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടാകും. അത് അപേക്ഷ ജൂലൈ 4-ാം തീയതി വരെയായിരുന്നു വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് അതത് കോളേജുകളിൽ പോയിട്ട് അഡ്മിഷനായിട്ട് അതായത് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുകയും അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അഡ്മിഷൻ നേടാവുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ അതായത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് ഒഴിവുകൾ ലഭ്യമായിട്ടുള്ള പോളിടെക്നിക് കോളേജുകളിൽ നിങ്ങൾക്ക് ഹാജരാവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ വേക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. വേക്കൻസി പൊസിഷൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ജില്ല ഏതാണ്, അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏത് കോഴ്സിലാണ് വേക്കൻസി ഉള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഓരോ കോഴ്സിലും ഇവിടെ വേക്കൻസി കാണാം. അതായത് ജനറൽ കാറ്റഗറിക്ക് ഏത് കോഴ്സിൽ എത്ര സീറ്റാണുള്ളത്, അത് EL എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള കോഴ്സ് കോഡുകളുണ്ട്. കോഴ്സ് കോഡ് നിങ്ങൾക്ക് ഡൗൺലോഡ്സിൽ ഓരോ കോഴ്സിൻ്റെയും ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു കോഴ്സ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ITI, EVA, മുസ്ലിം, അതുപോലെ തന്നെ ലാറ്റിൻ, കത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ, അതുപോലെ അതർ ബാക്ക്വേർഡ് ഹിന്ദു, അതുപോലെ ഷെഡ്യൂൾ കാസ്റ്റ്, അതുപോലെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അതായത് EWS. അതുപോലെ ഓരോ വിഭാഗത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ സീറ്റുകളിൽ എത്ര വീതം സീറ്റുകളാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിഭാഗത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി വിഭാഗത്തിലും അതായത് ജനറൽ കാറ്റഗറിയിൽ എല്ലാവർക്കും പങ്കെടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഈ ഒരു റിസർവേഷൻ കാറ്റഗറിയാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ കാറ്റഗറിയിൽ സീറ്റ് ഉണ്ടോ അതുപോലെ ജനറൽ കാറ്റഗറിയിൽ സീറ്റ് ഉണ്ടോ എന്നുള്ളതനുസരിച്ച് നിങ്ങൾ ഓരോ കോളേജിൻ്റെയും അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ അനുസരിച്ച് വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ അഡ്മിഷനായിട്ട് പോവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഹോം പേജിലേക്ക് പോവുക. അപ്പോൾ ഹോം പേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സ്പോട്ട് അഡ്മിഷൻ ഓർ കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ഷെഡ്യൂൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ചില കോളേജിൻ്റെ ഷെഡ്യൂൾ ഇല്ല. അപ്പോൾ ആ ഒരു വന്ന കോളേജുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ തൊടുപുഴയിലെ ഒരു കോളേജിൻ്റെ ഷെഡ്യൂൾ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ജസ്റ്റ് ആ ഒരു കോളേജിൻ്റെ ഷെഡ്യൂൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കാണാം അതായത് പുറപ്പോയ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ലാറ്ററൽ എൻട്രി ഡിപ്ലോമ സ്പോട്ട് അഡ്മിഷൻ ജൂലൈ 5 മുതൽ 9 വരെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അപ്പോൾ 9 എന്ന് പറയുമ്പോൾ ഇന്ന് 6-ാം തീയതിയാണ്. അപ്പോൾ 7, 8, 9 അത് ചൊവ്വാഴ്ച വരെയാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ തൊടുപുഴയിലെ പുറപ്പോയ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയർ, എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി ആയിരിക്കും. എന്നാൽ അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ഡിപ്ലോമ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റിലേക്കായിട്ട് ലാറ്ററൽ എൻട്രി 2-ാം വർഷത്തിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 2024 ജൂലൈ 5, 6, 8, 9 തീയതികളായിട്ട് നടത്തപ്പെടും. ഈ ഒരു ദിവസങ്ങളിൽ രാവിലെ 10 മണി വരെ കോളേജിൽ എത്തിച്ചേരുന്നവരുടെ റാങ്ക് അടിസ്ഥാനത്തിൽ ആയിരിക്കും ഈ ഒരു റാങ്ക് അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ കൊടുക്കുക. പുതുതായിട്ട് അപേക്ഷ സമർപ്പിച്ചവർക്കും നിലവിൽ ലാറ്ററൽ എൻട്രി റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് കോളേജിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാൻ ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു സൗകര്യം 2024 ജൂലൈ 4-ാം തീയതി വരെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ യോഗ്യത +2 ഓർ VHSC സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ KGCE 2 വർഷം ഇതിന് 50% മാർക്കിൽ കുറയാതെ പാസ്സായിട്ടുണ്ടായിരിക്കണം. അപേക്ഷ അല്ലെങ്കിൽ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട രേഖകൾ +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ KGCE സർട്ടിഫിക്കറ്റ് അതായത് ഇതിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, അതിനോടൊപ്പം അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയാണ് വേണ്ടത്. 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള എല്ലാ വിഭാഗക്കാർക്കും അതായത് SC, ST, OEC വിഭാഗക്കാർക്കും അർഹമായിട്ടുള്ള ഫീസ് ഇളവ് ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഫീസ് എത്രയാണെന്നുള്ളത് നിങ്ങൾ പ്രോസ്പെക്ടസിൽ നോക്കുക. കറക്റ്റായിട്ട് ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ എത്രയാണ് ഫീസ് വരിക എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു ജസ്റ്റ് ഞാൻ മറ്റൊരു കോളേജ് കാണിച്ചു തരാം. ജസ്റ്റ് പാലയിലെ ഒരു കോളേജ് എടുക്കുന്നുണ്ട്. അത് പാലയിലെ ഈ ഒരു പോളിടെക്നിക് കോളേജിൽ എത്രയാണ് ഫീസ് വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള ആ ഒരു ഷെഡ്യൂൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാം.
അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 6-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് പാലാ പോളിടെക്നിക് കോളേജിൽ എത്തിച്ചേരേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കാൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ മുഖേന നിങ്ങൾക്ക് ഈ ഒരു ഫീസ് അടക്കാം. എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലും അതുപോലെ തന്നെ മറ്റ് ഫണ്ടുകളും അഡ്മിഷൻ സമയത്ത് നൽകേണ്ടതാണ്. അതായത് PTA ഫണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ പൈസ ആയിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആ ഒരു പോളിടെക്നിക് കോളേജിൽ നോക്കാം. ജസ്റ്റ് പത്തനംതിട്ടയിലേക്ക് ഇത് നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓരോ കോളേജിലെയും ആ ഒരു ഷെഡ്യൂൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു കോളേജിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബിഗ് ഡാറ്റ, സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നിങ്ങനെയുള്ള കോഴ്സുകളാണുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ഒരു 9-ാം തീയതി വരെ, അതായത് 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി നേരിട്ട് കോളേജിലെത്തി പ്രവേശനം നേടാം. കൂടാതെ സ്പോട്ട് അഡ്മിഷന് വേണ്ടി പുതുതായി 1 ടൈം രജിസ്ട്രേഷനും അപേക്ഷ സമർപ്പണത്തിനും വിദ്യാർത്ഥികൾക്ക് 4-ാം തീയതി വരെ അവസരം ഉണ്ടായിരിക്കും. അതായത് ആ ഒരു ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു അപേക്ഷയല്ല, നിങ്ങൾ ഈ ഒരു ഷെഡ്യൂൾ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു 9-ാം തീയതി വരെ നിങ്ങൾക്ക് ആ ഒരു വേക്കൻസി നോക്കിക്കൊണ്ട് അതത് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കോഴ്സിൻ്റെ കോഡിൻ്റെ ഫുൾ ഫോം അറിയാനായിട്ട് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് പ്രോഗ്രാംസ് ആൻഡ് കോഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഓരോ കോഴ്സ് ഏതാണ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെ കോഡ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു സമയത്തിനകം തന്നെ നിങ്ങൾ പോയിട്ട് പോളിടെക്നിക് കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അഡ്മിഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വാക്കൻസി നോക്കുക. അതിനുശേഷം ആ ഒരു പോളിടെക്നിക് കോളേജിൽ ഈ ഒരു 9-ാം തീയതിക്ക് മുൻപായിട്ട് നേരത്തെ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനുമായി നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കോളേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഫീസിനായിട്ട് ATM കാർഡോ അതായത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത് കറക്റ്റായിട്ട് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജിൽ എത്ര രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരിക എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ഫീസ് കൂടി നോക്കിയേക്കാം. കാരണം നിങ്ങൾക്ക് ഫീസിൻ്റെ ആ ഒരു കാര്യത്തിൽ ഡൗട്ട്സ് വേണ്ട. ജസ്റ്റ് നമുക്ക് ആ ഒരു ഫീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയാണ് ഫീസ് വരിക. അതായത് 10,000 രൂപ സ്പെഷ്യൽ ഫീസ് ഉണ്ട് അഡീഷണൽ ക്ലാസ്സിന്. അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ് 10,000 രൂപ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് അമെനിറ്റീസ് ഫീസ് അപ്പോൾ അത് 350 രൂപ. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസ് PD പോർഷനിൽ 620 രൂപ. അത് ഓരോ സെമസ്റ്ററിൻ്റെ ബിഗിനിങ്ങിലും അടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ ഫീസ് റിവന്യൂ പോർഷൻ 910. അതെല്ലാം ആ ഒരു സെമസ്റ്ററിൻ്റെയും ആ ഒരു മുമ്പിലായിട്ട് അടക്കണം. അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് 965 രൂപ പെർ സെമസ്റ്റർ. അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് 260 രൂപ. ഇത്രയാണ് ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ എയ്ഡഡിലോ കിട്ടുകയാണെങ്കിൽ വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് IHRD കോളേജിൽ ഇത്ര രൂപയാണ് ഫീസ് വരിക. അതായത് ഏകദേശം ഒരു 10,000 ഏകദേശം ഒരു 20,000 അതായത് 25,000 രൂപയ്ക്ക് അടുത്ത് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാപ്പ് കോളേജ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ഫീസ് വരുന്നതാണ്. അതായത് ഏകദേശം ഒരു 20-25,000 രൂപയാണ് ഇതിന് അടുത്തായിട്ട് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫീസ് വരുന്നത്. അതായത് ഗവൺമെൻറ് കോട്ടയിലെ സീറ്റിലേക്ക് കിട്ടുകയാണെങ്കിൽ 22,500, മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ 37,500 രൂപയുമാണ് ഈ ഒരു പെർ ആനം, അതായത് ഒരു വർഷം നിങ്ങൾക്ക് ട്യൂഷൻ ഫീസായിട്ട് വരിക. അതുപോലെ അഡ്മിഷൻ ഫീസ് ഇതുപോലെയുള്ള ബാക്കി ഫീസുകളുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്രോസ്പെക്ടസിൽ 19-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്രയും ഫീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫീസ് അടക്കാനുള്ള ഒരു ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ എടുത്തിട്ട് പോവുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു PTA ഫണ്ട് ഏകദേശം ഒരു 3,000-ഓളം രൂപ വരാനാണ് സാധ്യത. അത് നിങ്ങൾ പൈസയായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ യൂണിഫോം, അലോട്ട്മെൻറ്റ് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ യൂണിഫോം, അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഫീസ് വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുകൊണ്ട് അത്രയും പൈസ, അതായത് ATM കാർഡും അതുപോലെ തന്നെ അതായത് ഡെബിറ്റ് കാർഡും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു PTA ഫണ്ട് അതുപോലുള്ള ഫീസ് അടക്കാനുള്ള ആ ഒരു എക്സ്ട്രാ ഒരു 5,000 രൂപ കൂടി കയ്യിൽ പൈസയായിട്ട് കരുതാനും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.